ചേച്ചിയമ്മേ, ഞങ്ങളെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. മക്കള് പേടിക്കണ്ട, നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ചേച്ചിയമ്മ ഉടനെ വരാം കേട്ടോ. അല്ല, എടുത്തി എവിടെ പോവാ? അത് എനിക്കൊന്ന് ബാങ്കിൽ പോണം. ആ, എന്നാ പിന്നെ എടുത്തൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാനും ബാങ്കിലേക്കാ. ഞാൻ പോയി ഡ്രസ്സ് മാറി. അയ്യോ, അത് വേണ്ട, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ആദ്യം ഭർത്താവ് പോയി, ഇപ്പത്തെ ആ കെട്ടിയോളം പോയി. അവൾ എവിടെ പോയതാ മക്കളെ? എടുത്തി ബാംഗ്ലൂരെ പോകണമെന്ന് പറഞ്ഞത്. ഓ, അത് ശരി. അപ്പൊ ഇവിടുത്തെ ബാങ്കിൽ ഇടപാടുകളൊക്കെ സ്വാതിമോളാ നടത്തുന്നത് അല്ലേ? അതിനെന്താ ഭാനുമതി, ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ സ്വാതി? അപ്പൊ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തത് അവളല്ലേ? അതെ, വെറുതെ അല്ല ഗൗരി നന്ദിനിയൊക്കെ ഇവിടെ വഴക്കുണ്ടാക്കുന്നത്. അല്ല, ഈ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ എല്ലാവർക്കും സന്തോഷമാവത്തുള്ളൂ. സ്വാതിമോളുടെ കൂടെ ഗൗരിമൊക്കെ കൂടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക്. മക്കളെ മരുമക്കളെയൊക്കെ തുല്യമായിട്ട് കാണണ്ടേ മഹേഷ് ചേട്ടാ? ഇതിപ്പോ ആരാ ഇവിടെ തുല്യരല്ലാത്തത്? കാര്യം അറിയാതെ ഭാനു സംസാരിക്കരുത്. അയ്യോ വലിച്ച, അമ്മ പറഞ്ഞാൽ എന്താ തെറ്റ്? സ്വാതിക്ക് മാത്രം ഇവിടെ കിട്ടുന്ന പ്രത്യേക പരിഗണന ഈ വീട്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് പോലും കിട്ടുന്നില്ല. ആ പരാതി എനിക്കുണ്ട്. ഞാൻ സ്വാതി എടുത്തിയും ഇവിടുത്തെ മരുമക്കളല്ലേ, എന്നിട്ട് സ്വാതി എടുത്തിക്ക് മാത്രം ഗൃഹനാഥയുടെ പദവി. അയ്യോ, എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, എന്റെ വെറുമാക്കി ഞാൻ എന്തെങ്കിലും പറഞ്ഞു വെച്ച് അതിന്റെ പേരിൽ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുതേ. ആ മഹേഷ് ഏട്ടാ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മഹേഷ് ഏട്ടനോട് പറയാനുണ്ട്. എന്ത് കാര്യം? ഭാര്യ മരിച്ച എല്ലാരും ഇങ്ങനെ സന്യാസിയെ പോലെ ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ? മഹേഷ് ഏട്ടനാണെങ്കിൽ പ്രായവും കൂടുക. ഇനിയെങ്കിലും ഒരു കൂട്ട് വേണം. കൂട്ടുണ്ടല്ലോ, എന്റെ മക്കളും മരുമക്കളും അവരെപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെന്താ? അതല്ല, ഒരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചാ ഞാൻ പറഞ്ഞു വന്നത്. വല്ലിച്ചൻ കല്യാണം കഴിക്കാനോ? ഈ ആന്റി എന്റെ തമാശ പറയാണോ? എന്റെ കൊച്ചു തമാശയല്ലത്, ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. വയസ്സുകാലത്തെ ഈ മക്കളും മരുമക്കളും ഒക്കെ നോക്കുന്ന എന്താ ഉറപ്പ്? ഭാനുമതിയുടെ സംശയം ശരിയാ. വാർദ്ധക്യം ഒറ്റപ്പെടൽ തന്നെയാ. അതാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്കിനി ഒരു വിവാഹം വേണ്ട. ഭാനുമതി വേറെ വല്ലതും സംസാരിക്കും. അയ്യോ എന്റെ മഹേഷ് ചേട്ടാ, ഇത് അങ്ങനല്ല. അതെ, എന്റെ ബന്ധത്തിലൊരാളുണ്ട്. അയ്യോ, കാണാൻ എന്റെ മക്കളെ സുന്ദരിയാ. 3 കെട്ടി, പക്ഷെ 3 പൊട്ടി. ഇപ്പൊ ഒറ്റയ്ക്കാ. ഞാനൊന്ന് ആലോചിക്കട്ടെ മഹേഷ് ചേട്ടാ. മതി, നിർത്ത്. മേലിൽ ഈ കാര്യം സംസാരിക്കരുത്, മനസ്സിലായോ? കല്യാണം കഴിപ്പിക്കാൻ വന്നിരിക്കും. അയ്യോടാ, വേണ്ടെങ്കി വേണ്ട, എനിക്കെന്താ അല്ലേ മക്കളെ? ഓ, അവനും പോയി. അല്ലമ്മേ, ആ സ്ത്രീക്ക് കുഴപ്പം എന്തായിരുന്നു? ഈ 3 കല്യാണം ഒഴിഞ്ഞു പോവാൻ? ഒരു ചെറിയ ജാതകദോഷം, അത്രേ ഉള്ളൂ. എന്ത് ജാതകദോഷം? ഓ, അതിന് ഭർത്താവ് വാഴത്തില്ല. അതാണ് കെട്ടി 1 കൊല്ലം തികച്ചിട്ടില്ല ഒന്നും. എന്തോന്നത്? ആ സാധനത്തിനെയാണോ വല്ലിച്ചന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത്? ചേടാ, എനിക്കെന്ത് കാര്യം? വേണ്ടെങ്കി വേണ്ട. ചേടാ, നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ വേണ്ട. എല്ലാം റെഡിയല്ലേ? റെഡിയാണ്. അവരെ കൊണ്ടുപോകാനുള്ള വാഹനം ബൈപ്പാസിൽ വെയിറ്റിംഗാ. നിങ്ങളോടേക്ക് ഞാൻ കുട്ടികളെയും കൂട്ടി വരാം. സുധി, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? ഇവിടുന്ന് ഇറക്കി കൊടുക്കുന്ന റിസ്ക് മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയൊക്കെ അവര് നോക്കിക്കോളൂ. ആരെങ്കിലും വരുന്നതിന് മുമ്പ് വേഗം കൊണ്ടുപോയിക്കും. ചെല്ലേ, വേഗം ചെന്നാ ജന്തുക്കളെ പിടിച്ചിറക്കിക്കൊണ്ട് വാച്ചല്ലേ.
എഴുന്നേറ്റോ? ആ എന്റെ കുട്ടികളെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇവരെ ഒന്നും ചെയ്യില്ല. പകരം ഇവരെ ഒരു സുഖവാസ കേന്ദ്രത്തിലോട്ട് അയക്കാൻ പോവാ. വാ മകളെ, നമുക്ക് പോവാം. ഇല്ല, ഈ കുഞ്ഞുങ്ങളെ ഞാൻ വിട്ടു തരില്ല. മാറി നിൽക്കട അങ്ങോട്ട്. ഇല്ല മകളെ, നിങ്ങളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. സുധി, നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഞാനിപ്പോ നിലവിളിച്ച് ആളെ കൂട്ടുവേ. നീ എത്ര അലറിയാലും നിലവിളിച്ചാലും ഈ സുധിയെ മറികടന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. ഇല്ലടാ, നിന്റെ ഉദ്ദേശം നടക്കില്ല. ഈ കുട്ടികളുടെ കരച്ചിൽ ദൈവം കേൾക്കും. ഇവരെ രക്ഷിക്കാനുള്ള ആളിനെ ദൈവം തന്നെ കൊണ്ടുവരും. ആരാടി നിങ്ങളെ രക്ഷിക്കാൻ വരുന്നേ? അത് ഞാനൊന്ന് കാണട്ടെ. സുധി, ഇറങ്ങണ അങ്ങോട്ട്. എന്നോട് പറഞ്ഞ് ഇറങ്ങിപ്പോ. വാ മക്കളെ. മക്കളെ ഒന്നും ചെയ്യല്ലേ. വേണ്ട. സുധി, എടാ വാതില് തുറക്കാൻ. എടാ, ആ പാവം കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യല്ലേ. സുധി, എടാ മതികളെ, ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അതുങ്ങളെ ഒന്നും ചെയ്യല്ലേ. സുധി, എടാ വാതില് തുറക്കടാ. രക്ഷപ്പെടാന്ന് വിചാരിച്ചു. ഇന്നെ ഒന്ന് രക്ഷിക്കാൻ ആരും വരില്ലടി. ചേച്ചിയമ്മ, വാ മക്കളെ. വാ ചേച്ചി. അയ്യോ പിള്ളേര്, ചേച്ചിയമ്മ, അവര് ഞങ്ങളെ ഇപ്പൊ കൊണ്ടുപോയേനെ. ഞങ്ങളെ ഒരുപാട് അടിച്ചു ചേച്ചിയമ്മ. ഇവനെ ഇടിക്കണം. ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. മക്കള് വാ. ആരടി
ആരടി നീ? മര്യാദക്ക് ഈ പിള്ളേരെ വിട്ടിട്ട് ഈ പറമ്പിൽ നിന്ന് ഇറങ്ങിക്കണം. എടി ചോദിച്ചാ കേട്ടില്ലേ, ആരടി നീ? അയ്യോ ഞാൻ സ്വാതി. ഈ കുട്ടികളുടെ ചേച്ചിയാ, ചേച്ചി അമ്മ. നീ എന്റെ മക്കളെ തല്ലുവല്ലടാ. അയ്യോ അയ്യോ സുധി കണ്ടോടാ ഞങ്ങളുടെ ചേച്ചിയമ്മേ. ഡാ, നിന്നെ കൊണ്ടുപോവാൻ ആളിപ്പോ വരും. അയ്യോ ദാ, ഇവനാ സാറേ പ്രതി. ഇവന്റെ പേരിൽ ചൈൽഡ് അബ്യൂസ്മെന്റിന് കേസ് എടുക്കണം. സാറേ തട്ടിപ്പുകാരി എല്ലേമ്മേ, അവളെ ജീപ്പിലോട്ട് കയറ്റ്. ഈ കുട്ടികളെ ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് നടക്കണേ. മാഡം, എന്നാ പിന്നെ ഞങ്ങൾ ചെല്ലട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. ഇങ്ങോട്ട് വരാ. നടക്കണേ അങ്ങോട്ട്. അങ്ങോട്ട് നടക്കണേ. നീ ചെവിന്ന് വിളിക്കോ? ഇങ്ങോട്ട് കയറാം. വാ മക്കളെ. എന്നെ മനസ്സിലായോ? ഓ അതിപ്പോ പറഞ്ഞല്ലോ. എന്തായാലും നിന്റെ വരവ് കൊള്ളാം. അമ്മാവൻ പണ്ടേതോ തെരുവ് പെണ്ണിന് സമ്മാനിച്ച ജാരസന്തതിയല്ലേ ഇവള്? നീ എന്റെ മോളെ തല്ലി അല്ലേടി? തല്ലി. എല്ലില്ലാത്ത നാവ് വെച്ച് എന്തും പറയുന്നാണോ? അത്തരം വർത്തമാനം ആരിൽ നിന്നുണ്ടായാലും അടിച്ച് കരണം പൊളിക്കും ഞാൻ. അത് നിങ്ങളായാലും. പറഞ്ഞു കൊടുക്കണം മോളോട്. ശ്രീനിവാസൻ എന്ന എന്റെ അച്ഛൻ എന്റെ അമ്മയെ അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച കഥ ജാരസന്തതി അല്ലടി. അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ച ആദ്യത്തെ കൺമണിയായി സ്വാതി. എന്റെ അമ്മയെ അച്ഛൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന തറവാടാ ഇത്. ഞാൻ ജനിച്ചു വളരേണ്ടിയിരുന്ന വീടാ. പഴങ്കഥയുടെ കെട്ടടിക്കാൻ വന്നതാണോ നീ? മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കോണം. പോകേണ്ടവരൊക്കെ പോവുക തന്നെ ചെയ്യും. ഇപ്പൊ ഞാൻ വന്നതേ എന്റെ അനിയത്തിമാരെ കാണാനാ. അവര് വിളിച്ചിട്ടാ. ഒരുത്തനെ പോലീസ് കൊണ്ടുപോയത് കണ്ടില്ലേ? ഇനി മേലിൽ എന്റെ അനിയത്തിമാരുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാ പിന്നെ ജയിലിനകത്തായിരിക്കും അമ്മയുടെ മകളുടെ താമസം. ഭഗയില് എന്റെ അച്ഛന്റെ പെങ്ങളാ നിങ്ങള്. മകൾക്ക് കിട്ടിയതുപോലെ സ്വന്തം അപ്പച്ചിയെ തല്ലി എന്ന മഹാപാപം എന്നെ കൊണ്ട് ചെയ്യിക്കരുത് നിങ്ങള്. ഇതിന് നീ അനുഭവിക്കൊടി. മടി ആറേങ്ങോട്ടോ. വാ മക്കളെ.
അച്ഛാ അച്ഛ, ഞങ്ങളുടെ ചേച്ചിയമ്മ വന്നു. ഇയാൾ ഇതെവിടെ പോയി കിടക്കുന്നു? മമ്മി ഇതാരെയാ വിളിക്കുന്നേ? ആ വക്കീലിനെ, അല്ലാതെ ആരെയാ? എന്തിനാ? അയാളെ ജാമ്യത്തിൽ ഇറക്കാനാണോ? എന്താ, അവനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? വേണം, പക്ഷേ അത് ഇത്ര വേഗത്തിൽ വേണോ? ഒരു ദിവസം അതിനകത്ത് കിടക്കട്ടെ, എന്നിട്ട് ഇറക്കാം. ഓ, മണ്ടത്തിന് പറയല്ലേ പെണ്ണെ. അവൻ അകത്ത് കിടന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലേ നീ ഞാനും ഒക്കെ അങ്ങ് അകത്തായി പോവും. എന്താ, കയ്യില് വിലങ്ങും വെച്ച് ജയിലിലേക്ക് പോണോ നിനക്ക്? അവനെ കൂടെ നിർത്തി ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതേ ഇങ്ങനെ ചെറിയ കെണിയിൽ കുടുക്കാനല്ല, അവന്റെ കഴുത്തിൽ കുരുക്കിടാനാ. മനസ്സിലായോടി കഴുതൻ? ഡി, നീ മണ്ടത്തരം എഴുന്നള്ളിക്കല്ലേ. ഇരുതല മൂർച്ചയുള്ള കായംകുളം വാള് പോലെയാ സ്തുതി. സൂക്ഷിച്ചില്ലെങ്കിലേ ആ വാള് നമ്മുടെ നേരെ വീശാനും അവൻ മടിക്കത്തില്ല. ആ, ദേ വക്കീല് തിരിച്ചു വിളിക്കുന്നു. ഹലോ വക്കീലെ. എന്താ മതികളെ, തുടരെ തുടരെ ഒരുപാട് കോളുകള്. ഞാനൊരു മീറ്റിംഗിലായിരുന്നു. ഒരു അത്യാവശ്യമുണ്ട് വക്കീലെ. സുധിയെ ഉടനെ ജാമ്യത്തിൽ ഇറക്കണം. എന്തു പറ്റി? കുട്ടിക്കുരങ്ങൻ പിന്നെയും കുസൃതി കാണിച്ചോ? വക്കീലെ, എങ്ങനെയെങ്കിലും ഈ മാരണത്തിനെ എനിക്കൊന്ന് ഒഴിവാക്കിയേ പറ്റൂ. എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ മതികളെ. സ്വാതി കുട്ടികളെ കാണാമെന്നല്ലേ ഉള്ളൂ, കണ്ടിട്ട് പോട്ടെ. വെറുതെ അവളെ അങ്ങോട്ട് കയറി ചൊറിയാൻ നിൽക്കല്ലേ. അങ്ങനെ വന്നാൽ അപകടത്തിലാകുന്നത് നിങ്ങളായിരിക്കും. അത് ഞാൻ നോയിക്കോളാം. സുധിയെ എത്രയും വേഗം ജാമ്യത്തിൽ ഇറക്കണം. ഒരു നിമിഷം പോലും അവൻ ലോക്കപ്പിൽ കിടക്കാൻ ഇടവരരുത്. അത് ഞാൻ ഏറ്റു. 1 മണിക്കൂറിനുള്ളിൽ സുധി ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കും. ശരി, ഓക്കെ. ഓക്കെ വക്കീലെ. മമ്മി എന്തിനാ അവളുടെ മുമ്പിൽ ഭയപ്പെടുന്നേ? ഇതുവരെ ഞാൻ കണ്ട മതികളെ എന്ന എന്റെ മമ്മി ഏത് കൊടുങ്കാറ്റിലും കുലുങ്ങാത്തവളായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? സ്വാതി എന്ന ധൂമകേതു തലയിൽ വന്നിടിച്ച് തകർന്നു പോയോ? എടി മോളെ, പ്രായത്തിന്റെ പക്വതയില്ലായ്മ നിന്റെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ട്. പക്ഷെ മതികല ആലോചിച്ചുറപ്പിച്ച് എന്തും ചെയ്യും. 3 കാതം മുന്നിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ നാൾ വഴി വരെ കണക്ക് കൂട്ടി ഉറപ്പിച്ചിട്ടേ ഈ മതികല ഓരോ വാക്കും പറയൂ, ചെയ്യൂ. അപ്പോ മതികല സ്വാതിയുടെ മുമ്പില് തൽക്കാലത്തേക്കെങ്കിലും തോറ്റു. തോറ്റതല്ല, പിന്മാറിയതാ. ഒരു ബുദ്ധിപരമായ പിന്മാറ്റം. അച്ഛന്റെ മുറിയാ ഇത്. വാ. ചേച്ചിയമ്മേ, അച്ഛന്റെ ഹാർമോണിയം.